ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ ഫാദറിന്റെ ഒരു ഇന്റർവ്യൂ 24-നകത്തും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിനകത്തും വന്നിട്ടുണ്ടായിരുന്നു. അത് 24-നകത്ത് വന്ന ഇന്റർവ്യൂ. അതിൽ കുറെ കാര്യങ്ങൾ അഫാന്റെ ഫാദർ പറയുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ആ ഇന്റർവ്യൂ ചെയ്ത വ്യക്തി, പുള്ളിയുടെ പേരെനിക്കറിയില്ല, ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി മനസ്സിലാക്കി, അല്ലെങ്കിൽ കുത്തി കുത്തി നോവിക്കാത്ത രീതിയിൽ കറക്റ്റ് രീതിയിൽ അദ്ദേഹത്തിന്റെ ഫീലിങ്സ് മനസ്സിലാക്കി തന്നെ ചോദ്യങ്ങൾ ചോദിച്ചതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. സാധാരണ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏത് സിറ്റുവേഷൻ ആണെന്ന് പോലും നോക്കാതെ മൈക്ക് എടുത്ത് അണ്ണാക്കി കുത്തിക്കയറ്റി ചെല്ലുന്ന ഒരു ജേർണലിസമാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ അത് വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്തു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഈ ഇന്റർവ്യൂവിൽ ആദ്യം ഈ ഷെമിയെ പറ്റി, അദ്ദേഹത്തിന്റെ ഭാര്യ അഫാന്റെ മദറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. അപ്പം ആ രീതിയിലപ്പം ഇതൊക്കെ അവതരിപ്പിച്ചായിരുന്നു. എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാ കാര്യങ്ങളും. മരണം ആദ്യം മകൻ്റെ കാര്യമാണ് കൊച്ചുമോൻ്റെ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാർ പറഞ്ഞനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അത് പറഞ്ഞനുസരിച്ച് അതുപോലെ ഘട്ടം ഘട്ടമായി പറഞ്ഞു മരണങ്ങളെല്ലാം. അത് കരച്ചിൽ മാത്രമേ ഉള്ളൂ, പിങ്ങി കരയുന്നുണ്ടായിരുന്നത്. ഈ അഫാനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മാനസിക വിഷമം കാര്യമായിട്ടുണ്ട്. കാരണം സ്വന്തം മകനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അഫാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഷമിയോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഇതെല്ലാം ചെയ്ത അവനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം എന്താ പറയുന്നത്? ഈ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട് അമ്മയാ? ഇല്ല, അപ്പോഴും പറഞ്ഞാൽ അവൻ അങ്ങനെ ചെയ്യില്ലെന്നാണ് ഇപ്പോഴും പറയുന്നത്. അവനങ്ങനെ ചെയ്യില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അവൻ മീഡിയയിൽ കണ്ടതും പോലീസുകാർ അതെല്ലാം കണ്ടിട്ട് ഞാൻ പറയാം അവനാണ് ചെയ്തതെന്നെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അഫാനാണ് ഈ പറയുന്ന കൊലകളെല്ലാം നടത്തിയത് എന്ന് ഇദ്ദേഹം ഷെമിയെടുത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അവർക്ക് സ്റ്റിൽ അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അവരിപ്പോഴും ആദ്യത്തെ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കട്ടിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്ക് പറ്റിയത്. മകനെ ഇപ്പോഴും അവർ രക്ഷിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി അതിന്റെ പിന്നെ ഒരു അമ്മയുടെ സ്നേഹമോ വാത്സല്യമോ ഒക്കെ ആയിരിക്കാം, അതോ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും, മാതാവിന്റെയും പിതാവിന്റെയും മാനസികാവസ്ഥ അത് വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ്. ഒരു മനുഷ്യർക്കും ആ ഒരു അവസ്ഥ വരുത്തരുതെന്നാണ്. ഇവർ ഈ സിറ്റുവേഷൻ എങ്ങനെ സർവൈവ് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എങ്ങനെ സഹിക്കാൻ പറ്റും? ആലോചിക്കുക, ഒരു ദിവസം കൊണ്ട് കുടുംബം ഇല്ലാതായി പോവാണ്. അതുപോലെ പ്രകൃതി ദുരന്തോ ടെററിസ്റ്റ് അറ്റാക്കോ അല്ലോ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് സ്വന്തം മകൻ കാരണം, അല്ലെങ്കിൽ സ്വന്തം മകൻ ഇവരെല്ലാരെയും കൊന്നു കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വന്നത് ആ മാതാപിതാക്കളാണ്. അവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് നോ ഐഡിയ. ഈ അഫാന്റെ ഉമ്മ ഷെമി ഉടനെ ഡിസ്ചാർജ് ആവും. അന്നേരം ഇവർക്ക് ഏത് വീട്ടിലോട്ട് പോകണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതോടെ കേൾക്കാം. ഉണ്ടാകാം. ഈ അബ്ദുൾ റഹീം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഈ ഷെമി ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് ഗോകുലം ആശുപത്രിയിൽ നിന്ന്. എങ്ങോട്ടേക്ക് പോകണം? പെരുമലയിലെ ആ വീട്ടിലേക്ക് പോകാൻ മാനസികമായിട്ട് ഒരിക്കലും കഴിയില്ല. പിന്നെ എങ്ങോട്ടേക്ക് പോകണം? ബന്ധുക്കൾ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബന്ധുക്കൾ സഹായിക്കുന്നില്ല. എൻ്റെ പാങ്ങോട്ട് കുടുംബക്കാർ അവരുടെ മാനസികം മനസ്സിലാവും. അതെ, നഷ്ടപ്പെട്ട എൻ്റെ ഉമ്മ, എൻ്റെ സഹോദരി, ജ്യേഷ്ഠത്തി, എൻ്റെ മോൻ, അതൊന്നും ഒരിക്കലും അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല, അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതുമല്ല. അപ്പോൾ അങ്ങോട്ട് എനിക്ക് കൊണ്ടുപോകാൻ എനിക്ക് സ്ഥലവും ഇല്ല, ഒന്നുമില്ല. എനിക്ക് ആകെ ഉള്ളത് എൻ്റെ ഈ ഭൂമി, ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് ഇപ്പോൾ ഈ കണ്ടീഷനിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല. ഈ അവരോട് സംസാരിച്ചിരുന്നു, അവിടെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം ഈ സംഭവങ്ങൾക്ക് ശേഷം റഹീം സംസാരിച്ചിരുന്നു അവരോട്? റഹീമൊക്കെ സംസാരിച്ചിരുന്നു നമ്മുടെ പാങ്ങോട്ടെ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചു? അല്ല, അവർ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞു. ഉൾക്കൊള്ളാൻ പറ്റൂല. അല്ല, അത് മാനുഷികമാണ്. കാരണം അവരുടെ ബന്ധുക്കളാണ്. റഹീമിൻ്റെ ഉമ്മയെ പോലെ മറ്റു മക്കളുണ്ട്, അവരുടെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. റഹീമിക്കയുടെ വീട്ടിലെന്താ പറയണേ? അതാണ് എൻ്റെ വീട് ഇതാണ്. ഇപ്പം എനിക്കുള്ള ഷെമിയുടെ വീട്, ഷെമി അവർക്കും അതിനുള്ള സൗകര്യങ്ങളൊന്നുള്ളവരല്ല. അവർക്ക് പാവങ്ങളാണ്, സൗകര്യങ്ങളൊന്നുള്ളവരല്ല. ഷെമീറിനൊരു വീടുണ്ട്, പക്ഷെ അവൻ വീട് പഠിച്ചിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കൊണ്ടുപോകുന്ന സൗകര്യം അവനുമില്ല. സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോകാൻ ഒരു മാർഗവുമില്ല. കാരണം 2 മരണം നടന്ന വീടാണ്. ആ വീടിന്റെ പടി ചവിട്ടുമ്പോൾ തന്നെ ഈ ട്രോമാസ് എല്ലാം ഹിറ്റ് ചെയ്യും. സോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവിടെ പോയി താമസിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഇനിയിപ്പോ ഈ വീട് വിൽക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതാരും മേടിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം 2 കൊല നടന്ന വീടാണ്. അല്ലെങ്കിൽ അത് വിറ്റിട്ട് വേറെ ഏതെങ്കിലും വീടെടുത്ത് അങ്ങോട്ടെങ്കിലും മാറാൻ പറ്റുമായിരുന്നു. വേറെ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ റെന്റ് എടുത്ത് മാറാൻ പറ്റും, അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകാൻ പറ്റും. ഇപ്പൊ റെന്റ് എടുത്ത് മാറാനാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ല. ഇദ്ദേഹം ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വന്ന അവസ്ഥ നമുക്കറിയാം. അവിടെയുള്ള ആളുകൾ സഹായിച്ചിട്ടാണ് പുള്ളിയെ കയറ്റി വിടുന്നത്. ഇക്കാമ പോലും ഇല്ലാതെ 2.5 കൊല്ലം എന്തോ സൗദി അറേബ്യയിൽ അവിടെ നിന്നതാണ്. പിന്നെ റിലേറ്റീവ്സിന്റെ കാര്യം ആരും അടുപ്പിക്കുന്നില്ല. അവരുടെ ചേതോവികാരം മനസ്സിലാവുന്നു. ഇത്രയും ഒരു ബ്ലാക്ക് മാർക്ക് വീണ, അല്ലെങ്കിൽ ഇതുപോലെ അരിങ്കൊല നടന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളെ അവരുടെ വീട്ടിൽ കൊണ്ട് നിർത്താൻ അവർക്കൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു കണ്ടീഷനിൽ മറ്റ് ജനങ്ങളെക്കാൾ കൂടുതൽ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നിങ്ങൾ മിത്രങ്ങളാണ്. കാരണം ഒരാൾ ചെയ്ത തെറ്റിന് അവരെ ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി
മാറ്റി നിർത്തുന്നത് ശരിയാണോ? അവർക്കിനി കുടുംബം എന്ന് പറയാൻ പോലും ഇല്ലൊന്നും. മൊത്തം നശിച്ച് പെരുവഴി നിൽക്കുന്ന അവസ്ഥയാണ് അവരിപ്പോൾ. നിങ്ങൾ കുടുംബക്കാരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, സ്വന്തം വീട്ടിൽ താമസിച്ചില്ലെങ്കിലും അകറ്റി നിർത്താതെ അറ്റ്ലീസ്റ്റ് ഒന്ന് ചേർത്ത് പിടിച്ച് കൂടെ നിൽക്കാൻ ശ്രമിക്കുക. അവർക്കിപ്പോൾ വേറെ ആരും ഇല്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഒരു മാനസിക പരിഗണന കൊടുത്ത് അവരുടെ കൂടെ നിന്ന വലിയ കാര്യമായിരിക്കും. മാത്രമല്ല ഈ ഉമ്മാന്റെ ഹെൽത്ത് ഇപ്പം ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. അവരുടെ താടിയെല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ ഓപ്പറേഷൻ ഇനിയും വേണമെന്ന് തോന്നുന്നു. മെഡിസിൻസ് ഒരുപാട് വേണം. ഒരാൾ സഹായമില്ലാതെ അവർക്കിനി എനിക്ക് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കുറച്ച് നാളത്തേക്കെങ്കിലും. അന്നേരം ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് വല്ല ഹോം നേഴ്സിനെയൊക്കെ വെക്കേണ്ട ആവശ്യകത ഉണ്ടാവും. ഷെമിയെ നോക്കാനായിട്ട് ഈ പറയുന്ന സാധു മനുഷ്യൻ റഹീം മാത്രമേ ഉള്ളൂ. അയാളാണെങ്കിൽ നിസ്സഹായനുമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇവരുടെ കടങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ റഹീം പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ആദ്യമായി തരുന്ന ഒരു വിവരമായിരിക്കും. ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ബാങ്കിന്റെ ഇടപെടലടക്കം. ഇക്കായ്ക്ക് അറിയാവുന്ന സാമ്പത്തിക ബാധ്യത എത്രയായിരുന്നു? എനിക്ക് അറിയാവുന്ന ബാധ്യത ഈ ബാങ്കിലെ ഇടപാട് ഉള്ളൂ. പിന്നെ എൻ്റെ കുഞ്ഞുമാരെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അത് എൻ്റെ അറിവിലായിട്ടുള്ളൂ. നമ്മൾ ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇക്ക ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. എത്ര ലക്ഷം രൂപയായിരുന്നു? ഹൗസിംഗ് ലോൺ 15 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അത് അടയ്ക്കാനുള്ള ഒരു നമ്മൾ അടച്ചിരുന്നത് അടച്ചിരുന്ന് ഞാൻ പൈസ അയച്ചു കൊടുത്ത് അടയ്ക്കാൻ പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് NOC വെച്ച് വയ്ക്കാനും പറഞ്ഞു. പക്ഷേ കുറച്ച് പൈസയുടെ ബാലൻസ് ഒന്ന് അടക്കി കയറ്റുന്നത് വീണ്ടും കൂടി വരികയാണ് ചെയ്തത്. നമ്മളത് ഈ സെൻട്രൽ ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ കൂടിയ വന്നിരിക്കുന്നു. പിന്നുള്ളത് തട്ടത്തുമലയിലെ നമ്മളൊരു ബന്ധു, പേരൊന്നും പറയണ്ട, ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയൊരു പണമാണ്. അത് എത്ര ലക്ഷം രൂപ അറിയാമോ? അത് എന്നോട് പറഞ്ഞത് 4 ലക്ഷം രൂപയും കുറച്ച് സ്വർണ്ണം പണയം വെച്ചിട്ടുണ്ടെന്നാണ്. അത് എന്തിനായിരുന്നു അതൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ആവശ്യം വാങ്ങിച്ചിട്ടുള്ളതായിരിക്കും, പറഞ്ഞിട്ടില്ല. അതിപ്പോ പറഞ്ഞതാണല്ലേ? ഇല്ല, നേരത്തെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇത്രയും കടം എനിക്ക് അറിയാവുന്ന കടം, ഈ 2 കടം, അതായത് നമ്മൾ 15 ലക്ഷം രൂപ സെൻട്രൽ ബാങ്കിൽ നിന്ന് എടുത്തതിന്റെ ബാക്കി വന്ന എല്ലാം അയച്ചു കൊടുത്തിരുന്നു. അവശേഷിച്ച കുറച്ച് പൈസയും അതേപോലെ തട്ടത്തുമലയിലെ ബന്ധുവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ 4.5 ലക്ഷം രൂപയും കുറച്ച് ആഭരണവും. അത് മാത്രമാണ് ഇക്കായ്ക്ക് അറിയാവുന്നത്. എനിക്ക് അറിയാവുന്നതേ ഉള്ളത്. അതിനുശേഷം ഇങ്ങനെ ഈ കടം വന്നത് എങ്ങനെയാണെന്ന് ഇക്കായ്ക്ക് അറിവുണ്ടോ? ഇതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ ഇദ്ദേഹത്തിന് അറിയാവുന്ന കടം ഈ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലുള്ള 15 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ അത് കുറച്ചൊക്കെ അടച്ചെന്ന് പറയുന്നു. ബാക്കി കടന്ന എമൗണ്ടിന്റെ പലിശ കൂടി കുറച്ച് എന്തെങ്കിലും എമൗണ്ട് ആയിട്ടുണ്ടാവണം ഇപ്പോൾ. അതുപോലെ തന്നെ ഇവരുടെ റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് 4 ലക്ഷം രൂപയും പിന്നെ കുറച്ച് സ്വർണ്ണവും പണയം വെക്കാൻ വേണ്ടി 4 ലക്ഷം രൂപ മേ ബി പലിശയ്ക്ക് മേടിച്ചതായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെ കൂട്ടിക്കഴിച്ച് നോക്കിയാലും ഒരു 20-25 ലക്ഷം രൂപയൊക്കെ വരത്തുള്ളൂ മാക്സിമം. അതോ ഇനി പലിശ കൂടി 50 ലക്ഷം 19 ലക്ഷം ആയോന്നും എനിക്കറിയില്ല. പക്ഷെ പോലീസ് ഇവിടെ പറയുന്നത് ഇവർക്ക് ഏകദേശം 50 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ്. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയ കാര്യമാണ് 50 ലക്ഷം. പോലീസുകാരൻ പറയുന്ന കാര്യങ്ങളോട് കേൾപ്പിക്കാം. ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്കുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് 50 ലക്ഷം രൂപയുടെ കടത്തിന്റെ കണക്കുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും റഹീം പറഞ്ഞ കണക്ക് വെച്ചിട്ട് 50 ലക്ഷം ആവുന്നില്ല എന്നുള്ളതാണ്. പുള്ളിക്ക് ഒന്നും അറിയില്ല. ഇദ്ദേഹം കുറച്ച് നാളായിട്ട് ഗൾഫിൽ കുടിയും കിടക്കുകയായിരുന്നു. നാട്ടിലോട്ട് വന്നിട്ട് തന്നെ വർഷങ്ങളായി. അപ്പൊ നാട്ടിൽ നടക്കുന്ന ഈ പണമിടപാടുകളെ പറ്റിയൊന്നും ഇദ്ദേഹത്തിന് വലിയ ധാരണയില്ലെന്നാണ് തോന്നുന്നത്. ഈ ഉമ്മായും മോനും ആയിരിക്കണം ഈ പണമിടപാടുകളെല്ലാം നടത്തിയിരുന്നത്. ഈ ഷെമി വാ തുറന്നാൽ മാത്രമേ ഇനി എന്തെങ്കിലും ഇതിനകത്തുള്ള സത്യാവസ്ഥ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അഫാനിന് എന്തെങ്കിലും തുറന്നു പറയുമെന്ന് എനിക്ക് തോന്നണേ. ഈ 50 ലക്ഷം മാത്രമാണോ അതോ അതിൽ കൂടുതലുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഈ പറയുന്ന ഉമ്മാന്റെ മൊഴി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഉടനെ ഒന്നും പോസിബിൾ ആണെന്നും തോന്നുന്നില്ല. കാര്യം അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അത്ര നല്ലതല്ല. അതുകൊണ്ട് ഇതുകൂടാതെ ബാങ്കുകാർ വിളിച്ച് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ഒരു പരാതി കൂടിയുണ്ട്. അതിനെപ്പറ്റിയും ഈ റഹീം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഇവിടെ വന്നതിന് ശേഷം ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ നിരന്തരം ശല്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ബാങ്ക് തുറന്നു കഴിഞ്ഞാൽ രാവിലെ 8 മണി തൊട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. 9 മണി തൊട്ട് വിളിച്ച് രാത്രി വൈകുന്നേരം 5 മണി വരെ നിരന്തരമായി വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഇത് അടയ്ക്കാനുള്ള പൈസയാണെന്നാലും ഒരു സമയം കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹം വന്ന് വീട് ജപ്തി ചെയ്യും. ഇപ്പം എന്നോട് 2 ദിവസം മുന്നേ പറഞ്ഞത് അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിച്ചു വീട് ജപ്തി ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ അന്വേഷിച്ചു നടത്തുന്നത് അദ്ദേഹം എന്നോട് വളരെ രൂക്ഷമായി സംസാരിച്ചു. അസിസ്റ്റന്റ് മാനേജർ നേരത്തെ സംസാരിച്ചു. ഇന്നലെ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നപ്പോൾ അദ്ദേഹം ഇതുവരെ പറഞ്ഞു, രൂക്ഷമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളെ മകൻ എല്ലാവരും കൊണ്ടുവന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ നിമിത്തമാണ് എൻ്റെ കുടുംബം നശിച്ചു പോയി, നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതൊരു പുതിയ വിവരമാണ്. ഇതാണ് ഞാൻ പ്രേക്ഷകരോട് പറയാനുണ്ടെന്ന് പറഞ്ഞൊരു കാര്യം. അതായത് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ, ഇത് പോലീസും നമ്മളോട് സ്ഥിരീകരിച്ചൊരു കാര്യമാണ്. ഒരു അസിസ്റ്റന്റ് മാനേജർ നിരന്തരം റഹീമിന്റെ കുടുംബത്തെ ഈ പണത്തിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഒരു പേപ്പറൊക്കെ ഒപ്പിട്ട് വാങ്ങി ജപ്തി ചെയ്യുന്നു. അത് എന്നായിരുന്നു ഈ സംഭവത്തിന്? ഏത് ദിവസം മുമ്പ്? ഇന്നലെ ഞാൻ അറിഞ്ഞത് സംഭവം പറഞ്ഞത്. അതായത് ജപ്തി ചെയ്യാൻ തടസ്സമില്ല എന്ന് പറഞ്ഞൊരു പേപ്പർ വൈഫ് പറഞ്ഞിരുന്നത്. അത് നിർണായകമായ മൊഴിയാണ്. കാര്യം ഷെമിയുടെ മൊഴി ഇപ്പോഴും നമുക്ക് വിശദമായി പോലീസിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാങ്കുകാർക്ക് കൺസേൺ ഉണ്ടാവും അവരുടെ ക്യാഷ് പോകുമെന്നുള്ള. അവർ പൈസ തിരിച്ചു ചോദിച്ചതിൽ ഒരു സെറ്റും കാണുന്നില്ല. പക്ഷേ
മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇപ്പൊ എന്താണെന്ന്, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഇപ്പൊ എത്ര വേസ്റ്റ് ആണെന്ന്. ആ സമയത്തും ഇദ്ദേഹത്തെ വിളിച്ച് ഈ പൈസ അടയ്ക്കണം അല്ലെങ്കിൽ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകുമെന്ന് പറയുന്ന അത് ആ വിളിച്ചവന്റെ മെന്റാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യനോട് കാണിക്കേണ്ട ഒരു കരുണയുടെ ഒരു ഇത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ ഈ ചെറ്റത്തരം കാണിക്കൂ. ഇവിടെയൊക്കെയാണ് മറ്റേ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെടേണ്ടത്. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനം. അല്ലാതെ കള്ളനെയും കൊലപാതകയും ഉണ്ടാക്കാൻ വേണ്ടിയല്ല നിൽക്കേണ്ടത്. ഈ ബാങ്കുകാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും സ്ട്രെസ് ചെയ്യുന്ന മനുഷ്യനെ ഒന്നുകൂടെ സ്ട്രെസ്സിലോട്ട് തള്ളിവിടുകയാണ്. ഇങ്ങനെ നാളെ പോയി വല്ല കടുങ്കയും ചെയ്തു കഴിഞ്ഞാൽ നീയൊക്കെ എന്തോ ചെയ്യും? നിന്റെ ഒന്നും പൈസ എങ്ങോട്ടും പോത്തില്ല. എന്തായാലും വീട് ജപ്തി ചെയ്യാനുള്ള എഴുതി മേടിച്ചിട്ടുണ്ടല്ലോ, ആ വീട് ഇനി ആരും മേടിക്കാനും പോകുന്നില്ല, ഇവർക്ക് അത് വിൽക്കാനും പറ്റുന്നില്ല. നിന്റെ കയ്യിലോട്ട് തന്നെ അത് വരും. ഒന്ന് അടങ്ങൊന്ന് കുറച്ച് നാളത്തേക്ക്, ഒന്ന് ക്ഷമിക്ക്, അത്രേ പറയാനുള്ളൂ. ഈ ഷെമീന്റെ പണമിടപാടുകളെ പറ്റി കുറച്ച് കാര്യങ്ങളോടെ പറയുന്നുണ്ട്, നമുക്ക് അതോടെ കേൾക്കാം. ചെറിയ ബിസിനസ്സുകൾ, ഇപ്പോൾ ഒരു ഹൗസ് ഹോൾഡ്, നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ നടത്താറുള്ള കോഴിമുട്ട വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു എന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ഒരു ചിട്ടിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ചിട്ടി നടത്തി എന്നൊക്കെ. ചിട്ടിയെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. കോഴി മുട്ട ചെറിയ ഫാം പോലെ ഞാൻ കെട്ടിക്കൊടുത്ത് അതിൽ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ളത് പോലെ ഈ ആ ദിവസം തന്നെ ഈ CDMA കുറച്ച് പൈസ ഇട്ട് കൊടുത്തു ആർക്കൊക്കെയോ എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും വിളിച്ച് ബുദ്ധിമുട്ടിച്ചില്ല? ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും എനിക്കറിയത്തില്ല. അത് ആർക്കാ ഇട്ട് കൊടുത്ത്, ആരാ ബുദ്ധിമുട്ടിച്ചത്? നമുക്ക് ആകെ അറിയാവുന്ന ഈ 2 ബാധ്യതകളുടെ കാര്യമാണ്. എനിക്കതേ അറിയാവൂ. ആർക്ക് ഇട്ട് കൊടുത്തെന്ന് മറ്റൊന്നും എനിക്കറിയത്തില്ല, അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഈ ഭാര്യയുടെ പണമിടപാടുകളെ പറ്റി ഇദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല. അറിഞ്ഞിട്ടും ഇനി അറിയാതെ നടിക്കുന്നതാണോ നമുക്കറിയില്ല. ഇതുപോലെ ഇനി എത്ര ഇടപാടുകൾ ഉണ്ടാവും? ഇവർക്ക് ഇത്രയും കടം ഉണ്ടാവാനുള്ള റീസൺ എന്താണ്? അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഈ പൈസ കിട്ടുന്നത്? അല്ല, എന്ത് ഈട് വെച്ചിട്ടാണ് ഇവർ ഈ പൈസ ആളുകളിൽ നിന്ന് മേടിക്കുന്നത്? ചോദ്യങ്ങളാണ്. ഇവർ ഈ പൈസ എങ്ങോട്ടാണ് ചെലവഴിക്കുന്നത്? ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു വീട്ടമ്മയ്ക്കും മകനും അല്ലെങ്കിൽ ഒരുപാട് വസ്ത്രം മേടിച്ച് അല്ലെങ്കിൽ ഫുഡ് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ദൂരത്തടിച്ചാൽ പോലും ഇത്രയും ലക്ഷം രൂപയുടെ കടങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ ഇവർ എന്തോ വലിയൊരു കാര്യം ഇതിനകത്ത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പണം വന്നതും പോയതും നേരായ മാർഗത്തിലായിരിക്കില്ല. സംശയങ്ങളാണ്, ഒരുപാട് സംശയങ്ങളുണ്ട് ഈ ഒരു കാര്യത്തിൽ. സ്വന്തം ഭാര്യയുടെ പണമിടപാടുകളെ പറ്റി ഒരു ഭർത്താവിന് അറിയുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഒന്നും തള്ളിക്കളയാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ ഇവിടെ ഷെമിയോ അഫാനോ പണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവണം, അത് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. റഹീമിന് വേണമെങ്കിൽ അത് പറയാതിരിക്കാം, കാരണം ആരും നിങ്ങളെ ഇനി സ്ട്രെസ് ചെയ്ത് ചോദിക്കത്തില്ല. ഞാൻ ഗൾഫിലായിരുന്നു, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഒഴിയാം. പക്ഷെ ഒരു 50 ലക്ഷം രൂപയുടെ കടമുണ്ടായതിന്റെ പേരിൽ ഒരു 5 പേരെ കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഒന്നെങ്കിൽ അഫാനോ അല്ലെങ്കിൽ ഷെമിയോ വാ തുറക്കേണ്ടിയിരിക്കും. നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് പറയുന്നതായിരിക്കും നല്ലത്. നാളെ ഇത് ആരെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കുറ്റക്കാരായിട്ട് നിൽക്കാൻ പോകുന്ന നിങ്ങൾ 2 വ്യക്തികളായിരിക്കും. അന്ന് പിന്നെ ഒന്നും സംസാരിക്കാനുണ്ടാവില്ല. ഈ അഫാന്റെ കാമുകിയായ ഫർസാനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇവർക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഈ പറയുന്ന അഫാനും ഫർസാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി. ഫർസാനയുടെ വീട്ടുകാർക്കും അറിയായിരുന്നു. അന്ന് ആ പയ്യൻ ഫർസാനയുടെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫാൻ വീട്ടിൽ വന്ന കാര്യങ്ങളും ഒക്കെ. സോ ബാപ്പായിക്കും ഉമ്മായിക്കും എല്ലാവർക്കും അറിയായിരുന്നു ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ റഹീം പറയുന്നത് നമുക്ക് അതോടെ നോക്കാം. ഈ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു പൊരുത്തപ്പെടലിൻ്റെ ഒക്കെ ഒരു മാസമാണിത്. ഈ ഫർസാനയുടെ വീട്ടിലേക്ക് പോകാൻ, അവരോടൊന്ന് സംസാരിക്കാൻ അങ്ങനെ ആലോചന വല്ലതും ഉണ്ടോ? കാര്യം ഇതിനകത്തൊന്നും അറിഞ്ഞൊരാളല്ല, പക്ഷെ എങ്കിലും മകന് വേണ്ടിയിട്ട് അതൊന്ന് പോയി അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? അത് തോന്നിയിട്ടുണ്ട്. ഇതൊന്ന് പോയി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫർസാനയുടെ വീട്ടിൽ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അവർക്കും ഒരു വലിയ നഷ്ടമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. വീട്ടിൽ നിന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരും ഈ പറയുന്ന അവർക്കും ഇതിനെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ല. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങൾ 2 പേരും തുല്യ ദുഃഖിതരുമാണ്. 2 പേർക്കും നഷ്ടങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അവരിലാരും വിളിച്ചിരുന്നു? അവരുടെ സത്യത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് അവരിനി എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഇവരുടെ ഒരു കുടുംബത്തിലൊരു ഭാഗം പോലും അല്ലാത്തൊരു വ്യക്തിയാണ് ഫർസാന. ആ പെങ്കൊച്ചിന് ഈ ഒരു ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വിധി എന്നല്ലാതെ ഒന്നും പറയാനില്ല. ആ പെങ്കൊച്ച് ഇവനെ സഹായിച്ചിട്ടേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ടോന്ന് പോലും അറിയില്ല. അവനോട് അത്ര ഇഷ്ടമുണ്ടായിരിക്കണമല്ലോ. അവൻ വിളിച്ചപ്പോൾ തന്നെ ഈ പെങ്കൊച്ച് വന്നത്. ചങ്കു കൊടുത്ത് സ്നേഹിച്ചവൻ തന്നെ ജീവൻ എടുക്കുന്ന ആ പെങ്കൊച്ച് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. വിധി എന്നല്ലാതെ എന്ത് പറയാൻ. അഫാനെ പറ്റി കുറച്ച് കാര്യങ്ങൾ റഹീം പറയുന്നുണ്ട്. അവനോട് ഒരിക്കലും ഇനി ക്ഷമിക്കാൻ പറ്റില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് പുള്ളി പറയുന്നത്. നമുക്ക് അതോടെ കേൾക്കാം. ഇതിനുശേഷം അഫാനെ കാണാൻ ശ്രമിച്ചിരുന്നു? കണ്ടിട്ടില്ല. മകനോട് ഇപ്പം തോന്നുന്ന വികാരം നമുക്ക് എന്തായാലും എല്ലാം നഷ്ടപ്പെടുത്തിയത് അവനാണ്. ആ ഒരു വികാരം എൻ്റെ മനസ്സിലുണ്ട്. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയെല്ലാം അവൻ നിമിത്തം ഉണ്ടായതാണ്. ഒരിക്കലും പൊരുത്തപ്പെടാനും പറ്റത്തില്ല. ഒരിക്കലും അത് പൊരുത്തപ്പെടാൻ പറ്റൂല. ഈ നിയമവശങ്ങൾ എന്താണ് നിയമം അനുശാസിക്കുന്നത് അതനുസരിച്ച് നിയമം അനുസരിച്ച് പോകാം, അത്രയേ ഉള്ളൂ.
അല്ലാതെ മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല. ഈ നമ്മളെ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അഫാന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആയിരുന്നു അത്രയായിരുന്നു. ഞാനിവിടെ ഇല്ലെങ്കിലും അവന് രക്ഷകർത്താവിനെ പോലെ കൊണ്ടുനടന്ന് സ്നേഹിച്ച് കൊണ്ടുനടന്നവരാണ്. കൊച്ചുപോയി അത്രയായിട്ട് കൊണ്ടു നടന്നതാണ്. എവിടെ പോയാലും അവന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകാറുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ എൻ്റെ സ്ഥാനത്തുള്ള സ്നേഹം അവൻ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ ഈ ടെററിസ്റ്റുകളാണെങ്കിൽ പോലും അവനവന്റെ കുടുംബത്തോടൊരു കൂറുണ്ടാവും, കുടുംബത്തോടൊരു സ്നേഹം ഉണ്ടാവും. കുടുംബത്തിലൊരുത്തൻ തന്നെ ഇങ്ങനെ ഒരു കൊലയാളിയായി മാറുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല. അതും സ്വന്തം മകനെ പോലെ കണ്ട ആ അനിയനെ അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ഇവൻ എങ്ങനെ സാധിച്ചു എന്ന് എനിക്ക് മനസ്സിലാവാതെ സീരിയസ്ലി. ഇവനൊന്നും ഹ്യൂമൻ ബീയിങ് ആയിട്ട് പോലും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇവനെ തെളിവെടുപ്പ് കഴിഞ്ഞ് ഇവനെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റാൻ നിൽക്കാതെ ഡയറക്റ്റ് ഹാങ് ചെയ്യുക. നമ്മുടെ ടാക്സിന്റെ പൈസ മേടിച്ച് ഇവനെ ഒന്നും തീറ്റിപ്പോരേണ്ട യാതൊരു ആവശ്യമില്ല. തൂക്കിക്കൊല്ലുക. എന്തിന് ബാധ്യതയായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം? തീവ്രവാദികൾ പോലും സ്വന്തം കുടുംബത്തോട് ഇങ്ങനെ ചെയ്യില്ല. ഈവൻ ഞാൻ ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെ? ഇപ്പം നമ്മൾ ഈ നടന്ന കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, ഷെമി ഡിസ്ചാർജ് ആവുകയാണ്, ഇനി മുന്നോട്ട് എങ്ങനെയെന്നൊരു വലിയ ചോദ്യമുണ്ട്. അതിന് ഉത്തരം ഇപ്പം ഇതുവരെയുള്ള ചികിത്സയെല്ലാം. ഇനിയുള്ള ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായി കയ്യിലൊന്നുമില്ല. 1 രൂപയോ ഒരു സ്വർണ്ണമോ മറ്റോ കാര്യങ്ങളൊന്നും കൈവശമില്ല. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ വലിയൊരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ്. എങ്ങനെ മുന്നോട്ട് പോകുന്ന വെച്ചാൽ അറിയത്തില്ല. ജീവിക്കണം എന്നുള്ളതേ ഉള്ളൂ. ചികിത്സ ചെലവ് ഉണ്ട്, ഇനിയുള്ള ബാക്കിയുള്ള ചികിത്സകളുണ്ട്. എനിക്ക് വേറെ മറ്റു ജോലികളൊന്നുമില്ല. ഒരു ജോലി കണ്ടെത്തണം, എങ്ങനെയെങ്കിലും ചികിത്സിക്കാനെങ്കിലും ജോലി കണ്ടെത്തണം. ഈ പേരുമലയിലെ വീട്ടിലേക്ക് ഇനി ഇല്ല എന്നാണെന്ന് തോന്നുന്നു ഷെമി പറഞ്ഞതല്ലേ? നമുക്ക് അങ്ങോട്ട് പോയി ജീവിക്കാമെന്ന് അവിടെ പോയി താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ മക്കൾ കളിച്ചു വളർന്ന വീടാണ്. അങ്ങോട്ട് പോയി താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ പോകുമ്പോൾ നമുക്ക് അവരെ ഓർമ്മകൾ മനസ്സിൽ വരും. അപ്പം അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. ബന്ധുക്കളുടെ വീട്ടിലേക്കും സ്വാഭാവികമായിട്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വലിയ ഷോക്കിലാണ് എല്ലാവരും. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നൊരു ഇതില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ഇപ്പം. ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഡിസ്ചാർജ് എങ്ങോട്ട് പോകുമെന്ന് വെച്ചാൽ അറിയത്തില്ല. നമ്മൾ മലയാളികളെല്ലാം കൂടെ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് സഹായങ്ങൾ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് സഹായം ചെയ്യാമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഒരു കമന്റ് ഞാൻ കാണിക്കാം. ഇവർക്ക് സമ്മതമാണെങ്കിൽ താമസിക്കാൻ വീട് ഞാൻ കൊടുക്കാം കല്ലറയിൽ. മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ എൻ്റെ നാട് ചെയ്യുമായിരിക്കും. കമന്റ് ഇതുപോലെ പല കമന്റ്സും ഇവരുടെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. ഇവരുടെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പൈസ അയച്ചു കൊടുക്കാനായിരിക്കും മേ ബി. സോ അങ്ങനെ നമ്മൾ മലയാളികളുടെ സ്വഭാവം അറിയാമല്ലോ, ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരാണ്. അവർ കൈവിടില്ല എന്ന് തോന്നുന്നു. കാര്യം കുടുംബക്കാർ പോലും ഇല്ല അവരെ ഇനി ചേർത്ത് പിടിക്കും. നമ്മൾ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. മലയാളികൾ ചേർത്ത് പിടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷ ഇനി കിട്ടാനില്ല. ഇതിനേക്കാളും വലിയൊരു അവസ്ഥ കിട്ടാനില്ല. മരിച്ച് ജീവിക്കുന്നതിന് തുല്യമാണ്. ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്ന ഇരുത്തം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഉള്ള കാര്യം പറയാറ്. ഈ കേസിനകത്ത് വേറെ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷെ ഒരു മനുഷ്യത്വത്തിന്റെ പുറത്ത് മാക്സിമം എല്ലാവരെ കൊണ്ടും പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? കൂടുതലൊന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി എങ്കിൽ.